തൃശൂരിൽ സ്ഥാനാർത്ഥിയായതു മുതൽ പല വിവാദങ്ങളിൽപ്പെട്ട് കരകയറാനാകാതെ മുങ്ങിത്താഴുകയാണ് സുരേഷ് ഗോപി. തൃശൂർ എടുക്കാനുള്ള ചെപ്പടി വിദ്യകളെല്ലാം താരത്തിന് പണി കൊടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ അടുത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് നേതാവിന്. നികുതി വെട്ടിപ്പ് കേസിലാണ് നടനും തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. പുതുച്ചേരിയിലെ വിവാദ വാഹന രജിസ്ട്രേഷൻ കേസ് റദ്ദാക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അംഗീകരിച്ചില്ല. വ്യാജവിലാസം ഉപയോഗിച്ച് സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ്. ഇതുവഴി കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിച്ചു. 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമാണ് കേരളത്തിന് ഇതുവഴി ഉണ്ടായത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ഹർജി സമർപ്പിച്ചത്. ഹർജി തള്ളിയതോടെ അടുത്ത മാസം 28-ന് വിചാരണ നടപടികൾക്ക് തുടക്കമാകും. 2010-2016 വർഷങ്ങളിലാണ് 2 കാറുകൾ പുതുച്ചേരി രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപി വാങ്ങിയത്. പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് കാർ രജിസ്റ്റർ ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. പുതുച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു. എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ ഭൂമിയില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കേസ് വീണ്ടും തലപോക്കുന്നത് സുരേഷ് ഗോപിക്ക് തിരിച്ചടി തന്നെയാണ്. വളരെ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നത്. ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പലപ്പോഴും പങ്കുവെക്കുന്നതും. BJP കേരളത്തിൽ വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. അതേസമയം കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കുകയാണ് നടന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ. നികുതി വെട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണോ മത്സരിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ വിധി വരുന്നതിനു മുൻപ് തീരുമാനത്തിലെത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയുമായി LDF എത്തിയിരുന്നു. ഇതിൽ കളക്ടർ നടനോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വിതരണം ചെയ്ത നോട്ടീസിലെ പിഴവുമായി ബന്ധപ്പെട്ടാണ് ഇടതുമുന്നണി പരാതി നൽകിയത്. സ്ഥാനാർത്ഥിയുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസുകളിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങൾ ഇല്ലെന്നും ഇത്തരം ലഘുരേഖകളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും LDF നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇതിൽ ആദ്യം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിവരങ്ങളെ കുറിച്ചാണ് കളക്ടർ വിശദീകരണം തേടിയത്. എന്തുകൊണ്ടാണ് ഇത്തരം വിശദാംശങ്ങൾ നോട്ടീസിൽ നൽകാതിരുന്നത് എന്നത് സംബന്ധിച്ച മറുപടിയാണ് തേടിയത്. ഏതായാലും തൃശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥികൾ പരസ്പരം പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി പരാതി നൽകുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. മുൻപ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെതിരെയും പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നിരുന്നു. നടൻ ടൊവിനോ തോമസിന് ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച സംഭവത്തിലാണ് ആദ്യം പരാതി ഉയർന്നത്. എന്നാൽ ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഉടൻ അദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെ വീണ്ടും സുനിൽകുമാറിനെതിരെ മറ്റൊരു പരാതിയും ഉയർന്നു. വോട്ട് തേടിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡിൽ മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു പരാതി. തൃപ്രയാർ ക്ഷേത്രത്തിന്റെയും തേവരുടെയും ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചതിനായിരുന്നു VS സുനിൽകുമാറിനെതിരെ വീണ്ടും പരാതി ഉയർന്നത്. ഇതിൽ UDF ആണ് പരാതി നൽകിയത്. ഏതായാലും പരാതികളും തിരിച്ചടികളും രംഗത്ത് വന്നതോടെ പ്രചരണം കൊഴുക്കുകയാണ് മണ്ഡലത്തിൽ.